ഹായ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ബ്യൂല. എനിക്ക് വായനേനെ റിലേറ്റ് ചെയ്തിട്ടൊരു ബുക്ക്സ്റ്റാഗ്രാം ഉണ്ട്. ബുക്ക് അഡിക്റ്റ് എന്നാണ് പേര്. ഞാനിതിൽ ലിങ്ക് കൊടുത്തേക്കാം, ഈ ചാനലിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ വരുന്നൊരു ക്വസ്റ്റ്യനാണ്, കുറച്ച് പുസ്തകങ്ങൾ സജസ്റ്റ് ചെയ്യാൻ പറ്റുമോ വായിച്ച് തുടങ്ങാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ. വായന ഒരുപാട് പല കാര്യങ്ങളിലും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ വായിക്കാൻ സാഹചര്യമുള്ളവർ തീർച്ചയായിട്ടും വായിക്കണം കേട്ടോ. വായന തീർച്ചയായിട്ടും ഒരുപാട് നമ്മളെ പല ലോകങ്ങളിലോട്ടും കൊണ്ടുപോകുന്നതാണ് പറയുന്നത്. വായിക്കുന്ന ആളുകൾക്ക് ഒരു ജീവിതമല്ല, പല ജീവിതങ്ങളാണ് ഉള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള എക്സ്പീരിയൻസ് താല്പര്യമുള്ളവർക്ക് വായിക്കാം. പിന്നെ എന്താ, സമയമില്ലാത്തവർക്ക് ഓഡിയോ ബുക്സ് കേൾക്കാം. ഞാൻ ഒരിക്കലും കുക്ക് എഫ് എം ഒന്നും പറയില്ല. എനിക്ക് അതിനെക്കാട്ടിലും സ്റ്റോറി ടെൽ ഉണ്ടല്ലോ, അത് അടിപൊളിയായിട്ട് തോന്നിയിട്ടുണ്ട്. വെർത്താണ്, നമ്മൾ എടുത്തു കഴിഞ്ഞാലും ഒരുപാട് സ്റ്റോറീസ് ഉണ്ട്. ഞാനൊക്കെ എടുത്തു കഴിഞ്ഞാൽ വെറുതെ വേസ്റ്റ് ആവുള്ളൂ. കാരണം ഞാനത് എനിക്ക് വായിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ എനിക്ക് ബുക്ക് ഇങ്ങനെ ഒന്ന് തൊട്ട് തലോടി ബുക്ക് വായിക്കാനാണ് കുറച്ചും കൂടി താല്പര്യം. അങ്ങനെയല്ല, ആദ്യമൊക്കെ നമുക്ക് എന്താ പണിയൊക്കെ എടുക്കുമ്പോഴൊക്കെ ആദ്യം കൂടി നടക്കുമ്പോഴൊക്കെ ചെവിയിൽ ഇയർഫോണൊക്കെ വെച്ച് കേട്ടിരുന്നു. പിന്നെ കൂടുതൽ ബുക്കുകളോട് കാണാനും വാങ്ങിക്കാനും താല്പര്യമുള്ള കാരണം ഞാനത് അധികം അങ്ങനെ യൂസ് ചെയ്യാറില്ല. എന്നാലും ഉറങ്ങുന്ന ടൈമിലൊക്കെ, ഉറക്കം വരാണ്ടിരിക്കുന്ന ടൈമിലൊക്കെ ജസ്റ്റ് ഒന്ന് കേട്ട് കഴിഞ്ഞാൽ അപ്പം ഉറങ്ങി പോകും. അപ്പോൾ ഉറക്കം വരാത്തവരൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ടിപ്പായിട്ട് എടുത്തോളൂ. ഏതെങ്കിലും ഇപ്പോൾ യൂട്യൂബ് വീഡിയോസ് ആണെങ്കിലും ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് വെച്ചാൽ മതി. ഓട്ടോ പ്ലേ ഒക്കെ ഓഫ് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ രാവിലെ ആകുമ്പോഴേക്കും ഫോൺ ചൂടായി പൊട്ടിത്തെറിച്ചു പോകും. അപ്പം വായനേനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞു വന്നിരുന്നത്. വായിക്കാൻ താല്പര്യമുള്ളവർ ഒരുപാട് പേരുണ്ട്. പല സാഹചര്യങ്ങൾ കൊണ്ടും വായനയിലോട്ട് എത്താത്ത ഒരുപാട് പേരുണ്ട്. വായന നിന്ന് പോയ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ എന്താണ്, നിങ്ങൾക്ക് വായന റീസ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്താൽ മതി. അതിൽ ഒരുപാട് ബുക്ക് സജഷൻസ് നമ്മൾ കൊടുക്കാറുണ്ട്. ഇപ്പം ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി കുറച്ച് പുസ്തകങ്ങൾ റീസെൻ്റായിട്ട് ഞാൻ വായിച്ച ഭയങ്കര ചെറിയ ലാംഗ്വേജ്, അതായത് മൈൽഡായിട്ടുള്ള ലാംഗ്വേജ് ഉള്ള കുറച്ച് ബുക്കുകൾ അധികം എടുത്തിട്ടില്ല, ബോറടിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട്. നിങ്ങൾക്ക് കൂടുതൽ താല്പര്യം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കും പറയാൻ ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ് ബുക്കുകളെ പറ്റിയിട്ട്. നമുക്ക് തീർച്ചയായിട്ടും അതിനെപ്പറ്റിയൊക്കെ സംസാരിക്കാം. ഇപ്പം ഞാൻ ഒരു 4 ബുക്കാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ആദ്യത്തെ ബുക്ക് ഏകാഗിയുടെ സങ്കീർത്തനങ്ങൾ, റോയ് പാനിക്കുളമാണ് എഴുതിയിട്ടുള്ളത്. DC ബുക്കാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ വില 250 രൂപയാണ് കേട്ടോ. നല്ലൊരു പുസ്തകമാണ്. വായിച്ചു തുടങ്ങുന്നവർക്ക് ഒറ്റയിരിപ്പിലൊക്കെ വായിച്ച് തീർക്കാൻ പറ്റുന്ന ഒരു ലാംഗ്വേജ് ഉള്ളൂ ഇതിൻ്റെ അകത്ത്. ഇപ്പോൾ 2ാമത്തെ പതിപ്പ് ഇറങ്ങുന്നുണ്ട്. ഇത് ഫസ്റ്റത്തെ പതിപ്പാണ്. സാറ് എനിക്ക് അയച്ചു തന്നിട്ടുള്ള ബുക്കായിരുന്നു. 2ാമത്തെ പതിപ്പായതിൽ ഭയങ്കര സന്തോഷം. വെർത്താണ് ബുക്ക്, 250 രൂപയ്ക്ക് നല്ല വെർത്താണ്. ജോമോനാണ് മെയിൻ ക്യാരക്ടർ വരുന്നത്. അടിപൊളി എക്സ്പീരിയൻസ് ആണ്. അനാഥരാക്കപ്പെട്ട ബാല്യത്തിൻ്റെ കഥ പറയുന്ന ഒരു പുസ്തകമാണ്. അപ്പോൾ അത് വാങ്ങിക്കാൻ പറ്റുന്നവരൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വായിക്കാനായിട്ട് ശ്രദ്ധിക്കുക. വായനാശീലം തുടങ്ങുന്നവർക്ക് ഒരു നല്ല ചോയ്സാണ്. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഒക്കെ വേണമെന്നുള്ളവർ ഒന്ന് കമൻറ്റ് ബോക്സിൽ വന്ന് പറഞ്ഞാൽ മതി. നമുക്ക് ഇതിനെ പറ്റിയിട്ട് കൂടുതൽ ഡീറ്റെയിൽ വീഡിയോ ഇടാം. അടുത്ത എൻ്റെ ബുക്ക് സജഷൻ വിനീത വിസ്മയാണ്. നമ്മളുടെ വിനീത് ശ്രീനിവാസനെ പറ്റിയിട്ടുള്ളൊരു പുസ്തകമാണ്. എഴുതിയിരിക്കുന്നത് ഫസലുർ റഹ്മാൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. എനിക്ക് നേരിട്ട് കൊണ്ടുവന്നിട്ടാണ് ഇദ്ദേഹം ബുക്ക് തന്നത്. ജസ്റ്റ് ഒരു 20-25 മിനിറ്റ് കൊണ്ടാണ് ഞാനത് വായിച്ചു കഴിഞ്ഞത്. വിനീതേട്ടനെ പറ്റിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ അവരുടെ എക്സ്പീരിയൻസും കാര്യങ്ങളാണ് ഇതിൽ ഷെയർ ചെയ്തിട്ടുള്ളത്. ബുക്ക് വായിക്കാൻ താല്പര്യമുള്ളവർക്ക് വായിക്കാം. വിനീതേട്ടനെ കുറച്ചും കൂടെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഇതിൻ്റെ വില 150 രൂപയാണ്. അനുഭവം എന്ന് പറഞ്ഞിട്ടുള്ള കാറ്റഗറിയിലാണ് ഈ ബുക്ക് വരുന്നത്. ഗ്രീൻ ബുക്സ് ആണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ 3ാമത്തെ പതിപ്പ് ഏറെക്കുറെ തീരാറായിട്ടുണ്ട്. അപ്പോൾ വേഗം തന്നെ വായിക്കാനായിട്ട് ശ്രമിക്കണം, വായിക്കാൻ തുടങ്ങുന്നവർക്ക് എസ്പെഷ്യലി. അടുത്തത് 7 ലിറ്റിൽ മങ്കീസ്. VB ജോണാണ് ബുക്ക് എഴുതിയിട്ടുള്ളത്. DC ബുക്സാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഒരു ഫിക്ഷൻ ടൈപ്പ് വരുന്ന പുസ്തകമാണ്. അത്യാവശ്യം അടിപൊളിയാണ്. നോവലാണ് വരുന്നത്. ഒറ്റയിരിപ്പിന് വായിച്ചു തീർക്കാം. ഒരു കുട്ടിയുടെ മിസ്സിങ്ങിന് റിലേറ്റ് ചെയ്തിട്ട് വരുന്നതാണ് കേട്ടോ പുസ്തകം. കവറെല്ലാം അടിപൊളിയല്ലേ. അപ്പോൾ ഇതിൻ്റെ വില 160 രൂപയാണ്. അപ്പോൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ അതെങ്ങനെ വാങ്ങിക്കാൻ കിട്ടും എന്നൊക്കെ ഓൺലൈനായിട്ടൊക്കെ അവൈലബിൾ ആണ്. എൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും കോൺടാക്റ്റ് നമ്പർ തരാം. പിന്നെ ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള ബുക്കാണ് റാം കെയർ ഓഫ് ആനന്ദി.
അധികം തുടക്കക്കാരെയാണ് കൂടുതൽ എന്താണ് ആകൃഷ്ടരാക്കിയിട്ടുള്ളത്. അതാണ് ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകതയും. എൻ്റെ കയ്യിൽ ഇത് രണ്ടാമത്തെ പതിപ്പാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു 40 പതിപ്പോ സംതിങ് കഴിഞ്ഞിട്ടുണ്ട്. വളരെ പണ്ട് ഞാൻ വായിച്ചൊരു പുസ്തകമാണ്. അന്ന് തന്നെ എനിക്കിഷ്ടമായിരുന്നു. കാരണം നമുക്ക് ചെറിയ ലാംഗ്വേജൊക്കെ ഭയങ്കര താല്പര്യമാണ്, പെട്ടെന്ന് വായിച്ച് തീരും, കടുകട്ടിയല്ല. അപ്പം അത്തരത്തിലുള്ള ബുക്കുകൾ വായിക്കാൻ ആഗ്രഹിക്കുന്നവർ, ഇതുവരെ നിങ്ങൾ വായിക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വായിക്കാം. ഇത് ഞാൻ ജസ്റ്റ് ഒരു സജഷൻ പറഞ്ഞതാണ്. കുറേ പേരൊക്കെ ഇത് വായിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ കൂടുതൽ പുസ്തക വിശേഷങ്ങളായി നിങ്ങളെ കാണാൻ എനിക്ക് താല്പര്യമുണ്ട്. അപ്പോൾ വീഡിയോൻ്റെ വ്യൂസൊക്കെ അനുസരിച്ചിട്ട് പുസ്തക വിശേഷങ്ങൾ നമ്മളുടെ ചാനലിൽ ഉൾപ്പെടുത്തണമെന്ന് ഞാൻ തീരുമാനിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനിയും ഇത്തരത്തിലുള്ള വീഡിയോസ് കാണാൻ വേണ്ടി എൻ്റെ ചാനൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാലാണ് നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ പുസ്തക വായന കൂടുതൽ ആഴത്തിൽ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനാണ് മെയിനായിട്ട് ഈ ഒരു വിഭാഗം നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പോൾ ലൈഫ് സ്റ്റൈല്, ഫാഷൻ, അതിനെക്കാട്ടിലൊക്കെ കൂടുതൽ എനിക്ക് താല്പര്യമുള്ളൊരു സംഭവമാണ് ഇത്. അതാണ് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു.